ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണല്ലോ. അപ്പം രാവിലത്തെ ഇഡ്ഡലി ബാക്കി വരുന്നത് ഈവനിങ് സ്നാക്സ് ആയിട്ടോ വൈകിട്ടല്ലേ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, ടേസ്റ്റിയുമാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇഡ്ഡലി ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും. ഞാനിപ്പോൾ ഒരു 4 ഇഡ്ഡലിയും ഇച്ചിരി സബോളയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുത്തിട്ടുണ്ട്. അത് ഇനി ഇഡ്ഡലി നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ട് പൊടിച്ചിട്ടതുപോലെ ആക്കണം, ഉതിരിയായിട്ടാക്കി. അപ്പോൾ 4 ഇഡ്ഡലി ഇതുപോലെ ഉതിരിയായിട്ടാക്കി എടുത്ത് നമ്മൾ ഇഡ്ഡലിയായിട്ട് കഴിക്കുമ്പം പിള്ളേർക്കെല്ലാം ഭയങ്കര മടുപ്പല്ലേ. രാവിലെ ചിലപ്പോൾ മടിച്ചായിരിക്കും കഴിക്കുന്നത്. ഇത് കൂട്ടാനൊന്നും വേണ്ട, ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഈവനിങ് വരുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലി എല്ലാം നല്ല ചെറുതായിട്ട് ഉതിരിയായിട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നെയ്യ് ഒഴിച്ചാലും നല്ലതാണ്. പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിൽ ഇച്ചിരി നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഞങ്ങൾ വൈകിട്ട് ഡിന്നറായിട്ട് കഴിക്കുവാണ്, അതുകൊണ്ട് നെയ്യൊന്നും ചേർക്കുന്നില്ല. ഇച്ചിരി വെളിച്ചെണ്ണ മാത്രം ഒരു പേരിന് ശകലം ചേർത്താൽ മതി. കടുക് ചേർക്കുന്നില്ല, ജീരകമാണ് ചേർക്കുന്നത്. കടുക് ചേർത്താലും നല്ലതാണ്. പിന്നെ ഉഴുന്ന്, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുന്ന ഉഴുന്ന് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇത് ഇച്ചിരി നല്ല ഫ്രൈ ആയി കഴിയുമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് വെച്ച് ഇഡ്ഡലിയുടെ കൂടെ ഇതും കൂടെ കഴിക്കുമ്പം ഒരു ടേസ്റ്റാണ്. നല്ല മണവുമുണ്ട് ഈ ഉഴുന്ന് ഇങ്ങനെ എണ്ണയ്ക്കകത്ത് വറുക്കുമ്പം. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി സബോള ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. നമ്മൾ നേരത്തെ ഇഡ്ഡലിക്ക് ഉപ്പുണ്ട്, എന്നാലും ഈ ഉള്ളിയിലൊക്കെ ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഒരു ശകലം ഉപ്പ് ചേർത്താൽ മതിയായിരിക്കും. ഈ ഉള്ളിക്കൊക്കെ ഒരു ഉപ്പിൻ്റെ അംശം വരാൻ വേണ്ടി മാത്രം. എന്നിട്ട് സവാള നല്ലപോലെ വഴണ്ട് കഴിഞ്ഞ് നമ്മൾ കായപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി ആയതുകൊണ്ട് കായപ്പൊടി ചേർക്കുമ്പോൾ നല്ല മണവും ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. കായപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലിയും ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഡ്ഡലി വെന്തതാണ്, ഒത്തിരി വേവൊന്നുമില്ല. എന്നാലും ഈ ഒരു ചൂടായി നല്ല ആവി കയറി വരുമ്പോൾ ഒന്നുകൂടെ ഇത് ഉടച്ച് കൊടുക്കാൻ എളുപ്പവുമാണ്. ഇഡ്ഡലി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എൻ്റെ പാത്രം ഇച്ചിരി ചെറുതായിപ്പോയി, ഞാൻ കുറച്ചേ ഉള്ളൂ എന്ന് ഓർത്തിട്ട് കുഞ്ഞു പാത്രം എടുത്തതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി. എന്നാൽ ഇത് അടച്ച് വെച്ച് നല്ലപോലെ ആവി കയറി കഴിയുമ്പം നല്ല ചൂടായിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ ക്യാരറ്റോ ബീൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരുന്നു. ഇപ്പം അതൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇഡ്ഡലിയെല്ലാം നടുക്ക് കുറച്ച് മാറ്റിയിട്ട് ഞാൻ ഇതിനകത്ത് 2 മുട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കറി ഒന്നും ചേർക്കാത്തത് കൊണ്ട് മുട്ടയങ്ങ് ചേർത്ത് കൊടുക്കാം, ഒരു വെറൈറ്റി വേണ്ടേ. അപ്പം ഞാനിവിടെ 2 മുട്ടയാണ് ചേർക്കുന്നത്. മുട്ട തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. മുട്ട ചേർക്കാതെ കഴിക്കുവാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പം മുട്ടയ്ക്ക് വേണ്ടിയ ഉപ്പും കുരുമുളകും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാത്തിനും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മുട്ടയ്ക്ക് മാത്രം വേണ്ടിയ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളകും ചെറുതായിട്ട് ചേർക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ തീ ഫുള്ളിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ മുട്ട എല്ലാത്തിലും സ്പ്രെഡാകുകയും ചെയ്യണം. മുട്ട നല്ലപോലെ വെന്തം കിട്ടണം. അപ്പം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. മുട്ട ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്താലേ എല്ലായിടത്തും മുട്ടയുടെ അംശം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ 1-2 മാത്രം മുട്ടയുടെ, അല്ലെങ്കിൽ മുട്ട മാത്രം സെപ്പറേറ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് നല്ലപോലെ മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. ഞാൻ എടുത്ത പാത്രം ഇച്ചിരി കുഞ്ഞതായതുകൊണ്ട് മിക്സ് ചെയ്യാൻ ഇച്ചിരി പ്രയാസം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കിയാലും മതിയായിരുന്നു, എന്നാൽ നല്ല ഉതിരിയായിട്ട് കിട്ടിയേനായിരുന്നു. എന്നാലും ഇച്ചിരി മെനക്കെട്ടാൽ മതി, നമുക്ക് അതുപോലെ കിട്ടിക്കോളും. അപ്പം ഞാൻ ഇച്ചിരി ക്ഷമയോടെ പതുക്കെ ഇതെല്ലാം മിക്സ് ചെയ്ത് എല്ലായിടത്തും മുട്ട പിടിക്കുന്നത് പോലെ മുട്ട പിടിച്ച് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ നല്ലപോലെ അത് കുത്തി പൊടിച്ച് കൊടുത്തേക്കണം. ഇഡ്ഡലിയുടെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ പൊടിച്ച് നല്ല ഉതിരിയായിട്ട് വന്ന് കിട്ടും. അപ്പം ഞാനെല്ലാം ഏകദേശം ഒരുമാതിരി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്.
ഇഡലിപ്പൊടി എന്ന് പറയുന്ന സാധനം തമിഴ്നാട്ടിൽ ഇങ്ങനെ ഇഡലി ദോശയ്ക്കൊക്കെ ഇത് ഇച്ചിരി എണ്ണ ഒഴിച്ച് നല്ലെണ്ണ ഒഴിച്ച് ഇത് കൂട്ടി കഴിക്കും. ഇതിന് നല്ല ഒരു മണമാണ്. ഉഴുന്ന് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള റെസിപ്പി ഞാൻ ഇനി ഒരു ദിവസം വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ലാസ്റ്റിൽ നമ്മൾ ഇറക്കാൻ പോകുന്ന മുമ്പേ ഇത് ഇച്ചിരി മേലിൽ തൂവി കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ വെറുതെ ഇഡ്ഡലിയായിട്ട് കഴിക്കുന്നതിനേക്കാളും ഇതിനകത്ത് മുട്ട ചേരുന്നുണ്ട്, കുരുമുളക്, കായപ്പൊടി, ഇഡലിപ്പൊടി, ഇതിൻ്റെ എല്ലാം നല്ലൊരു ഫ്ലേവറും ജീരകത്തിൻ്റെയും ഉഴുന്നിൻ്റെയും ഒക്കെ നല്ല ഒരു മണവും വരും. ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈവനിങ് സ്നാക്സൊക്കെ പിള്ളേർ വരുമ്പം ചൂടായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എന്നും എന്തുവാ വെറൈറ്റി ഉണ്ടാക്കുന്നതെന്ന് ഓർത്തിരിക്കുന്നവർക്ക് ഇതൊരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ മൊത്തം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.